നല്ലൊരു കംബാക്ക് പോലെ ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് പാടി എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ് ശ്യാം സാറിന്റെ. നമുക്ക് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ എന്താ സർ? ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു സർ. വണ്ടർഫുൾ റെൻഡറിംഗ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഉഗ്രായിട്ട് പാടി മോളെ. അമ്മയുടെ അടുത്ത് ഇത് നമുക്ക് ആവശ്യമായിരുന്നു. ഞാൻ ഉള്ള സത്യം പറയാലോ മോളെ, നിന്നെ കണ്ടപ്പോ ഞാൻ പേടിച്ചതാ. ഈ കൊച്ചിവിടെ വന്ന് കുളമാക്കുവോ ദൈവമേ. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ ഇവനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ട്. അവൻ എന്തിനാ നോക്കി ചിരിച്ചോണ്ടിരുന്നേ? അവനൊന്ന് സീരിയസ് ആയിട്ട് അമ്മിങ് പാടി തകർക്ക്. അവനങ്ങ് നാണം വരുമായിരുന്നു. അവൻ നഖമൊക്കെ കടിക്കുന്നുണ്ട് അവസാനം. നന്നായിട്ട് പാടി മോനെ കേട്ടാ. അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്നാ. അത് കേട്ടുണ്ടോ? എന്താണത്? കേട്ടിട്ടില്ലേ? നീ എന്തോന്നറിയ? എടാ മോനെ, ശ്രീരാമസ്വാമി സീതാദേവിയെ രാവണൻ കടത്തിക്കൊണ്ടുപോയല്ലോ. അപ്പോൾ അവിടെ സീതാദേവി അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹനുമാൻ സ്വാമിയാണ് വിട്ടത്. അപ്പോൾ അദ്ദേഹം പോയി അവിടെ സീതാദേവിയെ കണ്ടു തിരിച്ചു വന്നു. അപ്പോൾ ഇനി യുദ്ധമാണ്. യുദ്ധത്തിന് ഇത്രയും വാനരപ്പട ഇത്രയും ഉണ്ട്. അപ്പോൾ ഈ ശ്രീലങ്കയിലേക്ക് ഒരു പാല വിട്ടാലേ അങ്ങ് എത്തത്തുള്ളൂ. ഹനുമാൻ സ്വാമി പറക്കുമല്ലോ. അപ്പോൾ ഇത് പറ്റത്തില്ല. ഇവരെല്ലാം ഇങ്ങനെ മണൽ വാരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ശ്രീരാമസ്വാമി നോക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും അധ്വാനിക്കുക. അതിൻ്റെ ഒരു അണ്ണൻ, ചെറിയ അണ്ണാൻ കുഞ്ഞ് ഈ വെള്ളത്തിൽ ചാടിയിട്ട് ആ വെള്ളത്തോടെ മണ്ണി വന്നിട്ട് മണ്ണി കിടന്ന് ഉരുണ്ടിട്ട് അത് വെള്ളത്തിലേക്ക് അതിനെ കൊണ്ട് പറ്റുന്നത് ആ മണ്ണിട്ട് ഒരു പാലം കെട്ടാൻ അണ്ണാനെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുകയാണ്. അതാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അപ്പോൾ ശ്രീരാമസ്വാമി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മേളിൽ തലോടി എന്നാണ്. ആ ഒരു 3 വരെയാണ് അണ്ണാൻ്റെ മുതുകത്തുള്ളതെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് അണ്ണാനും കുഞ്ഞിനും തന്നാലായത്. പിന്നെ മക്കളെ കൊണ്ടാവുന്ന പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. നീ അണ്ണാൻ കുഞ്ഞെന്നല്ല പറഞ്ഞത്. ഓക്കെ, നീ ഒരു അണ്ണൻ കുഞ്ഞാ. മക്കളെ ചക്കരെ, എന്താ സർ? മുത്തേ, നീ വന്നപ്പോൾ ഒരു കട്ട തീ കയറി എൻ്റെ നെഞ്ചത്ത്. അല്ല, ഞാൻ പേടിച്ചായിരുന്നു. കാരണം നമുക്ക് നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പെട്ടെന്നൊരു ഡിമ്മായി. അതൊക്കെ മാറി ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ആ പാട്ടിൻ്റെ സോള് മനസ്സിലാക്കി അത് വളരെ ഈസി ആയിട്ട് പാടി മോളെ. ഒരു സ്ട്രെയിനും ഇല്ലാണ്ട്. ആകെപ്പാട് ഞങ്ങൾക്കൊരു ഒരു കുഴപ്പം തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങളത് പറയാൻ വേണ്ടി ഞാനും ഷാനും രമ്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യയാണ് അത് പറയാൻ അർഹ. അപ്പം അതുകൊണ്ട് രമ്യ പറയുന്നത്. അപ്പം മോള് ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. എല്ലാം നന്നായിരുന്നു. ഇത് മോള് സുശീലാമ്മയുടെ അല്ലേ പാടിയത്? ദാസാറിൻ്റെ കേട്ടുണ്ടോ? ദാസേട്ടൻ പാടി കേട്ടുണ്ടോ? എങ്ങനെയാണത്? ഞാൻ ഒരു പ്രാവശ്യം കണ്ട കേട്ടിട്ടുള്ളൂ. പിന്നെ എന്താ ഇത് ധൈര്യമായിട്ട് മൈക്ക് എടുത്തത് നീ? പറഞ്ഞൊരു ആവേശത്തിൽ അങ്ങ് എടുത്തു സാർ, ക്ഷമിക്കണം എന്നൊക്കെ. മോളെ ഇതെങ്ങനെയാണ്? ദേവതാരു പാട്. ദേവദാരു
ദേവദാരു പൂത്തു. ആ അപ്പൊ അതാണ് ആ വ്യത്യാസം. ദേവതാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഉഗ്രം പാട്ടാണ്. അത് സുഖമാണ് കേൾക്കാം. നമ്മൾ പാടുമ്പം തന്നെ. അയ്യോ ശ്യാം സാർ നன்றி நன்றி ரொம்ப 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 நன்றி. வேற ஒன்றும் சொல்றதுக்கு இல்லை സാർ. വി ലവ് യു. മക്കളെ എന്താ ശ്യാം സാർ അദ്ദേഹത്തിനെ കുറിച്ച് മക്കൾക്ക് എന്തറിയാം? എന്തെങ്കിലും നമുക്ക് അറിയാമെന്ന് പറയാം. എല്ലാവരും അറിയണമെന്നില്ല മോളെ. നമ്മുടെ സ്വന്തം അച്ഛനമ്മയെ പറ്റി പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ശ്യാം സാറിനെ പറ്റി അങ്ങനെ അറിയാനാ? എന്തായാലും മോക്ക് എന്തെങ്കിലും മോള് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ കുറിച്ച്? അദ്ദേഹം ഒരു കമ്പോസറാണ്, അതറിയാം. വയലിനിസ്റ്റാണ് അദ്ദേഹം. അത് മോളെ 400 പടത്തിന് മേളിൽ കമ്പോസ് ചെയ്ത ആളാണ്. ചെയ്ത പടത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അത് എല്ലാത്തരം പാട്ടുകളും ശ്യാം സാർ ചെയ്തിട്ടുമുണ്ട്. ജനഹൃദയങ്ങളിൽ പോയി ചേർന്നിട്ടുണ്ട് എല്ലാ പാട്ടുകളും. എന്ത് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തീംസ്, അദ്ദേഹം റീ റെക്കോർഡിങ് ചെയ്ത തീംസ് മോക്ക് അറിയാമോ? എന്തെങ്കിലും ഒരു ഫിലിം പറയാമോ? അറിഞ്ഞൂടാ. കേട്ടാ സന്തോഷമാവുമോ? ഇഷ്ടംപോലെ തീംസ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആണ്. പക്ഷെ അതിലൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് തീം നമ്മുടെ അനൂഫും സംഘവും വായിച്ചു തരും. അനൂഫേ. ഓക്കെ. ആഹാ. ഈ സംഘമുണ്ടല്ലോ, അനൂപ് സംഘം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആഹാ, തുടങ്ങിയപ്പോ തന്നെ രോമാഞ്ചം കലക്കി. ഓ എന്റെ അയ്യോ. ഞാൻ മമ്മൂക്കെ ഞാൻ ഇങ്ങനെ പുറകിൽ കയ്യും കെട്ടിട്ട്. അയ്യോ എന്റെ ദൈവമേ, ഒരു നിവർത്തിയില്ല. ഒരു ലെവലാവും. അത് മമ്മൂക്ക പിന്നെ ചിലപ്പോ ഈ പ്രതിനൊക്കെ നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് ഈ തീം വരുമ്പോഴുണ്ട്. അത് മമ്മൂക്ക എന്തൊരു പേഴ്സണാലിറ്റിയാ. ഓ എന്റെ ദൈവമേ. അത് ഞാന് നമ്മുടെ മണിശർമ്മ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ. അപ്പം അദ്ദേഹം ഏറ്റവും വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ട്. ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ഉടുപ്പ്, പാൻറ്, ഇതര സംഭവങ്ങളെല്ലാം ഇട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. എയർപോർട്ടിൽ പോയിട്ട് ഒരു വട്ടം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാം. മണിശർമ്മയ്ക്ക് ഞാൻ പ്രോഗ്രാമറായിരുന്നു. വർക്ക് ചെയ്ത് ഡേയ് ശരത് എന്നടാ എന്താള് അപ്പടി ഇരിക്കടാ പാക്കറത്തേക്ക് മമ്മൂട്ടി സാറിനെ കണ്ടിട്ട് എയർപോർട്ടിൽ സാധാരണ ഒരു മുണ്ട് ഉടുത്ത് ഒരു ഗ്രീൻ കളർ ഉടുപ്പ് ഇട്ട് ഒരു ചെറിയ പെട്ടിയും വെച്ച് നിൽക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ നോക്കി നിൽക്കാന്ന്. എല്ലാവർക്കും ഫ്ലൈറ്റ് മിസ്സായിരുന്നു. പേഴ്സണാലിറ്റി അത് പറയാൻ വയ്യ. മമ്മൂക്ക ഗ്രേറ്റ്. ഇപ്പോഴും അതുപോലെ മമ്മൂക്ക ലവ് യു. മോളെ ഇതുപോലുള്ള കുറെ തീംസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി, പുതിയ ജനറേഷൻ അറിയാൻ വേണ്ടി പറഞ്ഞ കേട്ടോ മക്കളെ. മോളെ അസാധ്യമായിട്ട് പാടി മോളെ. ഒന്നാമതൊരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. ഒന്നും പറയാനില്ല. എന്തൊരു ഭയങ്കര ഒരു വാംത്ത് ഉണ്ട്, ഒരു കുളിര് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഉഗ്രം പാട്ട്, ഒന്നും പറയാനില്ല. ശ്യാം സർ മോളെ ഉഗ്രനായിട്ട് പാടി മോളെ. എനിക്ക് ഭയങ്കര സന്തോഷായി സത്യം പറഞ്ഞാൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അല്ല ഈ ഷെഡ്യൂളെ അവൾക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. ആദ്യത്തെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ലാസ്റ്റിൽ അവള് വരി മറന്നു, അപ്പുറത്തെ വരി അതെ അല്ല വരി മറന്നു. അതായിരുന്നു മെയിൻ ഉണ്ടായത്. പക്ഷെ മോളെ ഇത് ഉഗ്രൻ കംബാക്ക് ആണ് കേട്ടോ അമ്മയാ. അവള് പറഞ്ഞിട്ടാ പോയി അടുത്ത പാട്ട് ഞാൻ നന്നായിട്ട് പാടും. അതാണ് അത് മോളെ. ആ ഒരു ചിന്ത മോള് ഇനി പാടാൻ പോകുന്ന എല്ലാ പാട്ടിലും ഇടും കേട്ടോ. അത് ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് അപ്പം നമ്മുടെ ബ്രെയിനിൽ അത് വയർഡ് ആവും.
അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് ഇപ്പൊ ഇതുണ്ടായത്. ഇപ്പൊ അങ്ങനെ ഒരു റീവയറിങ് കുറെ നാൾ മുന്നേ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ആ തുടക്കത്തിൽ ഡൗൺ ആയിരുന്നു, പിന്നെ അമ്മ ഒരൊറ്റ പോക്കായിരുന്നു നേരെ മേലോട്ട്. പക്ഷെ പിന്നെ വീണ്ടും താഴെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ വരി മറന്നുപോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് പിന്നെയും ആ തോട്ട് വന്നു. അന്ന് വന്ന ആ ഒരു തോട്ട്, ഇല്ല ഇത് അടുത്തത് ഞാൻ കലക്കുന്നുള്ളത്. ഇതാ വന്ന് കലക്കി. ഒന്നും പറയാനില്ല മോളെ, ഗംഭീരമായിട്ട് പാടി. വെൽക്കം ബാക്ക് അമ്മ. ഇത് ഈ പാട്ടിന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് മാർക്ക് കുറച്ചേനെ. പക്ഷെ മോള് ഈ പാട്ടിനെ അങ്ങ് രക്ഷിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ പാട്ട് മോളെയും രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത ആ കുഴപ്പം അതെന്താന്നുള്ളത് രമ്യ പറയും. ഓക്കെ, ഓവർ ടു രമ്യ. ഓക്കെ, താങ്ക് യു ഷാനിക്ക ചേച്ചി. അമ്മയെക്കുട്ടി നന്നായിട്ട് പാടിയ. താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. അത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പാട്ടിന് എന്താണ് ഭാവം നമുക്ക് എപ്പോഴും ട്രാക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് അതേപോലെ തന്നെ ഇവിടെ മോൾക്കത് കൊണ്ടുവരാൻ പറ്റി. അത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞ മോളുടെ ഗ്രാഫ് ഒന്ന് ചെറിയ താഴെ പോയി, പക്ഷെ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്ന് അങ്ങ് പാടി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പാടുമ്പോൾ നമ്മളൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റബിൾ ആവാന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, പെർഫോം ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇത്രയും ഒരു വിഷ്വലി നമ്മളെല്ലാവരും കാണുമ്പോൾ നമുക്ക് പ്രസന്റബിൾ ആവണം. നമ്മുടെ കൈയിൻ്റെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്കൊന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും ഇതിനു മുന്നേ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുമ്പോ മോളുടെ മുഖം മറയുന്നു. അതെ, അപ്പൊ ഇനി ഞാൻ സ്നേഹത്തോടെ മോളോട് പറയുന്നു, ഞാൻ പറഞ്ഞ കേക്കും അമ്മയാ ഇല്ലേ? അവൾക്ക് ഞങ്ങളൊരു ഇതുണ്ട്, ഒരു വൈബ് അല്ലേ അമ്മയാ? നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ കൈയൊക്കെ താഴ്ത്തി നല്ല മുഖമൊക്കെ നന്നായിട്ട് കാണിച്ച് പ്രസന്റബിൾ ആയിട്ട് നിന്ന് അടിപൊളിയായിട്ട് നിന്ന് പാടണം. പാട്ട് അടിപൊളിയാണ്. ഇനി കുറച്ച് വിഷ്വലിയും കൂടെ ഒരു എന്നുവെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. എന്നുവെച്ചാൽ കാണുമ്പോൾ ഒരു വിഷ്വലി കാണുമ്പോൾ ക്ലോസപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. ഇതൊരു ഭയങ്കര വലിയ നമ്മള് കുഴപ്പമെന്ന് ബിൽഡപ്പ് വന്നൊന്നും ഉള്ളൂ കേട്ടോ. അത്ര പാട്ട് പാടുക, നന്നായിട്ട് പാടുക എന്നല്ലേ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടത്. പക്ഷെ ഇത് വിഷ്വലിയും കൂടെ നമ്മൾ കാണുന്നു, ഒരു വിഷ്വലി അപ്പീലിംഗ് ആവാനായിട്ട് മോള് കുറച്ചും കൂടെ കൈ വെക്കുന്ന രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഗ്രൂമേഴ്സ് മോളോട് പറഞ്ഞുതരും അത് എങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനിയും വളരെ ശക്തിയോട് തിരിച്ചു വന്ന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഐ ലവ് യു. താങ്ക് യു രമേശ്. മോളെ ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മൾ ഇത് ശീലിച്ചാൽ ഈ മൈക്കിലൊക്കെ ഇടിക്കും. വികാരഭരിതമായിട്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ ഷാൻ്റെ ഒക്കെ മറ്റേ പോപ്പർ വെച്ചല്ലേ എടുക്കുന്നത്. ഷാൻ പോപ്പർ വാങ്ങിച്ച് പാപ്പരായി അവിടെ ഇടിച്ചു പൊട്ടിക്കും. ഇത് നമ്മളെ ശീലമാക്കരുത്. മക്കളെ മോടെ ഏറ്റവും നല്ല ഭാഗമാണ് ഇപ്പുറത്തെ സൈഡ്, അത് മറക്കരുത്. അവിടാണ് നിന്റെ അഴക് മുഴുവൻ ദൈവം വെച്ചേക്കുന്നത്. അതിങ്ങനെ മൂടി മറച്ച് കളയരുത്. ചെയ്യുമോ ഇനി? ഇല്ല. ആ ഓക്കേ, ഇനി ശരത് സർ. യെസ് മാർക്ക്. മക്കളെ എന്താ സർ? 9.8. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അമ്മയാ എന്താ സർ? 9.9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. കിടക്കട്ടെ, അവള് കൈ ഇങ്ങനെ വെച്ചിട്ടല്ലേ പാടി. ശരിയാ, അവള് രമ്യ വിഷമിപ്പിച്ചു. അയ്യോ രമ്യ വിഷമം. എന്നാ പിന്നെ മോളെ 9.2. അതെ രമ്യ വിഷമിച്ചു, അത് ഞാൻ ഓർത്തില്ല. അത് വേണ്ടായിരുന്നു. രമ്യ വിഷമിച്ചോ? താങ്ക് യു ഗൈസ് ഫോർ യുവർ ലവ്. എടേ വിഷമിച്ചോടെ ഞാനിപ്പോ അപ്പൊ പിന്നെ മാർക്ക് 9.2 ഉള്ളു മക്കളെ. അയ്യോ കരഞ്ഞ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊടുത്തേക്ക് സാറേ. ആണ്. എന്താ മോളെ 9.9 ഇല്ല 9.8. താങ്ക് യു സർ. ഓക്കെ, ടോട്ടൽ മാർക്ക് 19.7. ഹൈയസ്റ്റ്. ഹൈയസ്റ്റ്. ഓ മോളെ പൊളി. ഓക്കെ.